എന്തായാലും നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റ് ബ്ലഡ് ലൈൻ്റെ ഒരു സെഗ്മെൻറ്റ് നിന്നതിന് തുടങ്ങാം. അതായത് ബ്ലഡ് ലൈൻ്റെ ഒരു സെഗ്മെൻറ്റ് നാളെ ഉണ്ടായിരിക്കും. ആ ഒരു സെഗ്മെൻറ്റ് നടക്കാൻ പോകുന്നത് ടാങ്ക് അലോവയും അതുപോലെ തന്നെ സോളോ സിക്കാവും തമ്മിലുള്ള സെഗ്മെൻറ്റാണ്. അതുപോലെ തന്നെ മറ്റൊരു മാച്ച് ഉണ്ടായിരിക്കും. ആ ഒരു മാച്ച് നടക്കാൻ പോകുന്നത് ജെയ്ഡ് കാർഗിലും അതുപോലെ ഇൻഡി ഹാർഡ്വെയിലും തമ്മിലുള്ള മാച്ചാണ്. അടുത്ത മാച്ച് എന്ന് പറയുന്നത് നമ്മുടെ ജോണി ഗർഗാനയും അതുപോലെ തന്നെ ഗ്രേസൺ വാൾട്ടറും തമ്മിലുള്ള ഒരു 1-on-1 മാച്ചുണ്ട്. അതുപോലെ തന്നെ അപ്പോളോ ക്രൂസും അതുപോലെ തന്നെ ഏഞ്ചൽ ഗാർസിയും തമ്മിലുള്ള മറ്റൊരു മാച്ച് കൂടിയുണ്ട്. എന്തായാലും ഇതൊക്കെയാണ് നാളെ കൺഫേം ആയിരിക്കുന്ന മാച്ചും സെഗ്മെൻറ്റ്സ് എന്നും പറയുന്നത്. എന്തായാലും ഡീസൻറ്റ് മാച്ചസ് ആൻഡ് സെഗ്മെൻറ്റ്സ് എന്ന് തന്നെ പറയണം. എന്തായാലും നാളത്തെ ഷോ ഫുള്ള് കണ്ടിട്ട് മാത്രമേ നമുക്ക് കറക്റ്റായിട്ടൊരു വ്യൂ പറയാൻ സാധിക്കുള്ളൂ. ഇനിയും പറയാത്ത കുറേയധികം മാച്ചസും സെഗ്മെൻറ്റ്സും ഒക്കെ ഉണ്ട്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമായിരിക്കും പെൻറ്റഗൺ ജൂനിയർ. അദ്ദേഹം നേരത്തെ ഇമ്പാക്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, ലുച്ച ലിബ്രെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് AEW വേണ്ടിയാണ്. എന്തായാലും അവിടെയും മികച്ചൊരു പെർഫോമൻസാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് 2 മാസത്തിനുള്ളിൽ അവസാനിക്കും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ AEW അദ്ദേഹത്തിന് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ. അതുപോലെ തന്നെ WWE അദ്ദേഹത്തിന് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്, കോൺട്രാക്റ്റ് അദ്ദേഹത്തിന് പുതിയ കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എവിടേക്ക് പോകും എന്ന് നമുക്ക് കണ്ടാനേ അറിയണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ റേ മിസ്റ്റീരിയോ ആയിരുന്നു WWE ചരിത്രത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മാസ്ക്ഡ് സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ. സോ അദ്ദേഹം ഇപ്പോൾ ഔട്ട് ഓഫ് ഫോമാണ്. പിന്നെ ആരും തന്നെ ഇല്ല ആ ഒരു ലെവലിലേക്ക് ആരും എത്തുന്നത്. സോ പെൻറ്റഗൺ ജൂനിയർ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ്. സോ അദ്ദേഹത്തിന് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന്, അതായത് ആരെങ്കിലും റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഒരുപക്ഷെ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും പെൻറ്റഗൺ ജൂനിയർ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കണ്ട് തന്നെ അറിയണം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. AJ സ്റ്റൈൽസ് വേഴ്സസ് കോഡ് റോഡ്സ് മാച്ച് നടക്കും, അതേതാണ്ടൊക്കെ ഉറപ്പാണ്. പക്ഷേ അത് എവിടെ നടക്കും? ഇപ്പോൾ പറഞ്ഞു കേട്ടിരുന്നത്, നേരത്തെ വരെ പറഞ്ഞു കേട്ടിരുന്നത് പ്ലാൻ ചെയ്തത് ക്ലാഷ് അറ്റ് ദി കാസിലേ നടക്കാനായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഡേവ് മെൽസർ പറയുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു മാച്ച് ക്ലാഷ് അറ്റ് ദി കാസിലേ നടക്കില്ല, മണി ഇൻ ദ ബാങ്കിലായിരിക്കും ഈ ഒരു മാച്ച് നടക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പോഴാണ് അവർ ഈ ഒരു പ്ലാൻ ചേഞ്ച് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കേൾക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്ലാൻ ചേഞ്ച് ഉണ്ടാകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് സ്കോട്ട്ലാൻഡിലാണ് നമുക്കറിയാം ക്ലാഷ് അറ്റ് ദി കാസിൽ നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടുത്തെ മെയിൻ ഇവൻറ്റ് മാച്ച് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഡ്രൂ മെക്കിൻഡിയറും അതുപോലെ തന്നെ ഡാമിയൻ പ്രീസ്റ്റും തമ്മിലുള്ള മാച്ചാണ്. സോ കോഡ് റോഡ്സിൻ്റെ മാച്ച് മെയിൻ ഇവൻ്റ് ആക്കിയില്ലെങ്കിൽ അവർക്കതൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ആ ഒരു മാച്ച് അവിടെ ചെയ്യാതിരിക്കാനുള്ള കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ക്ലാഷ് അറ്റ് ദി കാസിൽ നല്ലേ പറഞ്ഞു. സോ അത് അവിടെ തന്നെ നടക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഇനി മാറ്റുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് AJ സ്റ്റൈൽസ് കോഡ് റോഡ്സ് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന രീതിയിലുള്ളൊരു അപ്ഡേറ്റ് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നിക്കാൾഡീസിനോട് ഒരു അവസരം ചോദിച്ചപ്പോൾ നിക്കാൾഡീസ് കൊടുത്തില്ല, അദ്ദേഹം വിരമിക്കാൻ പറഞ്ഞു. സോ അങ്ങനെ വിരമിക്കാൻ പോയപ്പോഴാണ് കോഡ് റോഡ്സിനെ നമ്മുടെ AJ സ്റ്റൈൽസ് കയറി അറ്റാക്ക് ചെയ്യുന്നതും പിന്നെ ഇവർ തമ്മിൽ മാച്ചൊക്കെ വരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു റൂമർ അല്ലെങ്കിൽ സ്പെക്കുലേഷൻ എന്നൊക്കെ പറയുന്നത്, അതായത് ഇനി നടക്കാൻ പോകുന്ന AJ സ്റ്റൈൽസ് കോഡ് മാച്ചിൽ AJ സ്റ്റൈൽസ് വീണ്ടും പരാജയപ്പെടും. വീണ്ടും ചെന്ന് നിക്കാൾഡീസിനോട് ഒരവസരം കൂടി ചോദിക്കുക, അപ്പോൾ അദ്ദേഹം തരത്തില്ലെന്ന് പറയും. അങ്ങനെ ഇവർ തമ്മിലൊരു ഫ്യൂഡാകും. സമ്മർ സ്ലാമിൽ ഇവർ തമ്മിലൊരു മാച്ച് വരും എന്ന തരത്തിലൊക്കെയുള്ള റൂമറും സ്പെക്കുലേഷൻസൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാം നിക്കാൾഡീസ് മാനേജറാണ്. അദ്ദേഹം ഒരു റെസ്ലർ ആകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. പക്ഷേ WWE അദ്ദേഹത്തെ സൈൻ ചെയ്തൊരു റെസ്ലറായിട്ടായിരുന്നു, പിന്നെ അദ്ദേഹത്തെ മാനേജർ ആക്കുകയായിരുന്നു. എന്തായാലും സമ്മർ സ്ലാമിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനേജർ റോളിൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും AJ സ്റ്റൈൽസ് നിക്കാൾഡീസ് ഒരു TNA ഇമ്പാക്റ്റിൻ്റെ ഒരു റീബിൽറ്റ് തന്നെ നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിച്ചെന്ന് പറയാം, ഒരു പക്ഷേ ഈ ഒരു മാച്ച് നടക്കുകയാണെങ്കിൽ. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിയ റിപ്ലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റാണ്. നമുക്കറിയാം റിയ റിപ്ലിക്ക് ഒരു ഇഞ്ചുറി സംഭവിച്ചിരുന്നു ഷോൾഡറിന്. എന്തായാലും ആ ഒരു ഇഞ്ചുറിക്ക് നമ്മുടെ റിയ റിപ്ലി ഇതുവരെ സർജറി ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. റിയ റിപ്ലി റീഹാബിന് പോവുകയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഡൊമിനിക്കും അത് തന്നെയായിരുന്നു ചെയ്തത്. ഒരു ഇഞ്ചുറി പറ്റിയപ്പോൾ റീഹാബിനായിരുന്നു അദ്ദേഹം പോയത്. എന്തായാലും ആ ഒരു സെയിം കാര്യം തന്നെ റിയ റിപ്ലിയും ചെയ്യുകയാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. റീഹാബ് ചെയ്യുകയാണ്, സർജറി ചെയ്യുന്നില്ല. എന്നാലും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സർജറി ചെയ്താൽ കുറച്ചുകൂടെ പെട്ടെന്ന് മാറി പെട്ടെന്ന് WWEക്ക് വരാൻ സാധിക്കും. റീഹാബ് ചെയ്താൽ അത് കുറച്ച് താമസിക്കും. എന്തായാലും നമുക്ക് അറിയാൻ സാധിക്കുന്നത് റീഹാബ് ചെയ്ത് ശരിയായില്ലെങ്കിൽ ഉറപ്പായിട്ട് സർജറി ചെയ്യുമെന്നാണ്. എന്തായാലും നമുക്ക് കണ്ടാനെ അറിയണം നമ്മുടെ റിയ റിപ്ലിയുടെ ഇഞ്ചുറി മാറുമോ ഇല്ലയോ, റീഹാബ് ചെയ്തതൊക്കെ കണ്ടറിയണം. എന്തായാലും സർജറി ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞാൽ പെട്ടെന്ന് മാറിയേനും. എന്തുകൊണ്ടാണ് റീഹാബിന് പോയതെന്ന് അറിയില്ല, എന്തെങ്കിലും കാരണം കാണും, അതുകൊണ്ടായിരിക്കും. എന്തായാലും എനിക്കൊന്ന് ലിവ് മോർഗൻ അതുപോലെ തന്നെ ഡൊമിനിക് മിസ്റ്റീരിയോ അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റിൻ്റെ വേറെ തരത്തിലുള്ള സ്റ്റോറി, മറ്റു വുമൺ സൂപ്പർ സ്റ്റാർസിന് പുഷ്. സോ അതുകൊണ്ടൊക്കെ റിയ റിപ്ലി മാറ്റി നിർത്തിയതാണെന്ന് തോന്നുന്നു. അതായത് പതുക്കിയാലും വന്നാൽ മതി എന്ന് WWE പറഞ്ഞു കാണും. സോ അതുകൊണ്ടൊന്ന് മാറ്റി നിർത്തിയതായിരിക്കും. എന്തായാലും നമുക്ക് കണ്ടു അറിയും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് റിയ റിപ്ലിയുടെ കാര്യത്തിൽ. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ചാറ്റ് ഗേബിളുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ചാറ്റ് ഗേബിളിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കാൻ പോവുകയാണെന്ന്. എന്തായാലും അത് WWEക്ക് റിസൈൻ ചെയ്യണം ആഗ്രഹമുണ്ട്. WWE പുതിയൊരു കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്.
അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ AEW പുതിയൊരു കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ ലീഗലായിട്ട് കൊടുത്തിട്ടില്ല, കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ലീഗലായിട്ട് AEWക്ക് ഇപ്പോൾ ഒരു കോൺട്രാക്ട് കൊടുക്കാൻ സാധിക്കില്ല, അങ്ങനെയാണ് WWE ക്ലോസ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ലീഗൽ കോൺട്രാക്ട് ഇപ്പോഴേ AEWക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല. അത് അവർ കോർട്ടിൽ പോയി വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും അല്ലാതെ ഒരു ഓഫർ AEW കൊടുത്തിട്ടുണ്ട് ചാഡ് ഗേബിളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ചാഡ് ഗേബിളിനെ AEW നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ WWE നിലനിർത്താനും നോക്കുന്നുണ്ട്. സോ അദ്ദേഹം എവിടേക്ക് പോകും എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, CM Punk എപ്പോൾ റിട്ടേൺ ചെയ്യുമെന്ന്. എന്തായാലും നമുക്കറിയാൻ സാധിക്കുന്ന അടുത്ത സമ്മർ സ്ലാമോടെ CM Punk റിട്ടേൺ ചെയ്യുമെന്ന് തന്നെയാണ്. എന്തായാലും ഉറപ്പായിട്ടും അദ്ദേഹം ഒരു സമയത്ത് റിട്ടേൺ ചെയ്യണം. കാരണം അവിടെയാണ് ഡ്രൂ മക്കിൻ്റെയർ CM Punk മാച്ച് നടത്താൻ WWE തീരുമാനിച്ചിരിക്കുന്നത്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് CM Punk അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാ സ്റ്റോറിയിൽ ഒരു മെർച്ചൻഡൈസ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കോസ്റ്റ്യൂമാണെന്ന് തോന്നിയിട്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു കോസ്റ്റ്യൂം അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റായിട്ടോ അദ്ദേഹം ഇട്ടിട്ടുണ്ട്. സ്റ്റോറിയിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു പോസ്റ്റിൻ്റെ അവിടെ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൗണ്ട് ഡൗൺ ടു സമ്മർ സ്ലാം എന്നാണ്. അതായത് നിങ്ങൾക്ക് മനസ്സിലായി കാണും, മിക്കവാറും ഈ ഒരു കോസ്റ്റ്യൂം ഇട്ടുകൊണ്ടായിരിക്കും അദ്ദേഹം സമ്മർ സ്ലാമിൽ ഇറങ്ങുന്നത്. സോ അതുകൊണ്ടായിരിക്കാം കൗണ്ട് ഡൗൺ ടു സമ്മർ സ്ലാം എന്ന് എഴുതിയിരിക്കുന്നത്. ഈ കോസ്റ്റ്യൂം കണ്ടിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ CM Punkൻ്റെ മക്കളുടെ ആരെങ്കിലും പിള്ളേരുടെ ഏതെങ്കിലും കോസ്റ്റ്യൂമാണോ അതുപോലെയൊക്കെ കണ്ടിട്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു സ്റ്റാറൊക്കെ കാണുമെന്ന് പറയുന്നത് CM Punkൻ്റെ കോസ്റ്റ്യൂമാണ്. എന്തായാലും ചിലപ്പോൾ അതിട്ടുണ്ട് അദ്ദേഹം സമ്മർ സ്ലാമിൽ വരുമായിരിക്കും, അതുകൊണ്ടായിരിക്കും അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. അപ്ഡേറ്റ് എന്ന് പറയുന്നത് വിൻസ് McMahonോട് വന്നപ്പോഴൊരു അപ്ഡേറ്റ് ആണ്. അതായത് വിൻസ് McMahon നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതായത് WWE ഏതാണ്ടൊക്കെ ബാൻ ചെയ്ത അവസ്ഥയിലാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് നിങ്ങളൊരു കമ്പനി ഉണ്ടാക്കി, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി, അവിടേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല. നിങ്ങളുടെ എംപ്ലോയീസ് പറയുകയാണ് നിങ്ങൾ അങ്ങോട്ട് കയറരുത് എന്ന്. നിങ്ങളുടെ എംപ്ലോയീസിൽ നിങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സ് പറയുകയാണ് നിങ്ങൾ അങ്ങോട്ട് കയറരുത്. എന്തായാലും അത്തരത്തിലൊരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ വിൻസ് McMahonൻ്റെ കാര്യം എന്ന് പറയുന്നത്. അതായത് TKO മെമ്പേഴ്സ് പറയുന്നത് അദ്ദേഹത്തിന് ഇനി ഒരിക്കലും WWE ഹെഡ് ക്വാർട്ടേഴ്സിൽ വരാൻ പറ്റത്തില്ലെന്നാണ്, അദ്ദേഹത്തെ അവിടോട്ട് കയറ്റത്തില്ലെന്നാണ്. അതിന് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ജിമ്മുണ്ട് ഹെഡ് ക്വാർട്ടേഴ്സ്. ആ ഒരു ജിമ്മെന്ന് പറയുന്നത് വിൻസ് McMahonu വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തെടുത്തൊരു ജിമ്മാണ്, അദ്ദേഹത്തിൻ്റെ ഡിസൈൻ ചെയ്തെടുത്തൊരു ജിമ്മാണ്. അവിടെ പോലും അദ്ദേഹത്തിന് വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. സോ ഒരു കമ്പനി ഉണ്ടാക്കി അവിടേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥ എന്ത് പറയാനാണ്. അദ്ദേഹത്തിൻ്റെ ചില കയ്യിലിപ്പൊക്കെ അങ്ങനെയാണ്. സോ അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. ഈ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റോമൻ റെയ്ൻസുമായിട്ട് വന്നപ്പോഴൊരു അപ്ഡേറ്റാണ്. കുറച്ച് ബാഡായിട്ടുള്ള അപ്ഡേറ്റ് എന്ന് തന്നെ പറയണം. അത് നിങ്ങളെല്ലാം അറിഞ്ഞൊരു കാര്യമായിരിക്കാം ചിലപ്പോൾ. നമുക്കറിയാം സമ്മർ സ്ലാമിൻ്റെ ഗോ ഹോം ഷോ ആണ് സ്മാക്ക് ഡൗൺ എന്ന് പറയുന്നത്. ആ ഒരു സ്മാക്ക് ഡൗണിലേക്ക് റോമൻ റെയ്ൻസിനെ അഡ്വർട്ടൈസ് ചെയ്തിരുന്നു WWE. പക്ഷേ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് റോമൻ റെയ്ൻസിനെ അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെന്നാണ്. സോ എന്തുകൊണ്ടാണ് റിമൂവ് ചെയ്തത് എന്നൊന്നും അറിയില്ല. ഒരുപക്ഷെ അദ്ദേഹം വരാത്തതുകൊണ്ടാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം, അതായത് ഡേവ് മെൽസർ പറഞ്ഞൊരു കാര്യമാണ്. WWE ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്നാണ് ഡേവ് മെൽസർ പറയുന്നത്. അതായത് WWE ആ ഒരു റോമൻ റെയ്ൻസ് വരുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അദ്ദേഹം വന്ന പോലെ ആയിരിക്കണം. സോ ആ ഒരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ, അതായത് നമ്മൾ വിചാരിക്കും അഡ്വർടൈസ് ഒന്നും ആകാത്തതുകൊണ്ട് തന്നെ റോമൻ റെയ്ൻസ് വരുത്തില്ല എന്ന്. സോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റോമൻ റെയ്ൻസ് വരും. സോ അതിന് വേണ്ടി റിമൂവ് ചെയ്തതാണെന്നാണ് ഇപ്പോൾ ഡേവ് മെൽസർ പറയുന്നത്. എന്തായാലും ഡേവ് മെൽസർ പറയുന്നതൊക്കെ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. നമുക്കറിയാം ചില ഹാൻഡിൽസൊക്കെ ഉണ്ട്, അവർ പറയുന്നത് നമുക്ക് 100% വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഡേവ് മെൽസർ പറയുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം ഉണ്ടാക്കിയും കൂടെ കുറച്ച് പറയും. സോ അതുകൊണ്ട് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റിയ കാര്യമാണെന്ന് നമുക്കറിയത്തില്ല. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചാഡ് ഗേബിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ചാഡ് ഗേബിളാണ് കുറേ നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം എവിടേക്ക് പോകും, അതായത് കോൺട്രാക്ട് അവസാനിക്കുകയാണ്, AEWയിലേക്ക് പോകും, WWEക്ക് പോകും എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പേ സംസാരിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം അറിയുന്നുണ്ട്. അതായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു സെഗ്മെൻറ്റ് ആയിരുന്നു ആൽഫ അക്കാഡമി, ചാഡ് ഗേബിൾ, സാമി സെയിൻ ഇവർ തമ്മിലൊരു സെഗ്മെൻറ്റ്. എന്തായാലും ആ ഒരു സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമുക്കറിയാം കഴിഞ്ഞ റോഡ് റേറ്റിംഗ് എന്ന് പറയുന്നത് 1.6 സംതിങ് റേറ്റിംഗ് ആണ്. എന്തായാലും അതിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയിരിക്കുന്ന ആ ഒരു സെഗ്മെൻറ്റിനാണ്. ഇത് ആൽഫ അക്കാഡമി, സാമി സെയിൻ, അതുപോലെ തന്നെ ചാഡ് ഗേബിൾ ആ ഒരു സെഗ്മെൻറ്റ്. അതായത് 1.89 മില്യൺ റേറ്റിംഗ് ആണ് ആ ഒരു എപ്പിസോഡിന് കിട്ടിയിരിക്കുന്നത്. അതായത് അന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ റേറ്റിംഗ് ആണത്. സോ ചാഡ് ഗേബിളിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ WWEക്ക് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം. പക്ഷേ എനിക്ക് അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല ചാഡ് ഗേബിളിൻ്റെ ഒരു സെഗ്മെൻറ്റൊക്കെ കാണാൻ. എനിക്കറിയില്ല നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാഡ് ഗേബിളിന് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വൈപ്പർ റാൻഡി ഓർട്ടനുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കിങ് ആൻഡ് ക്യൂൻ ഓഫ് ദ റിംഗ് PLEക്ക് ശേഷം നമ്മൾ റാൻഡി ഓർട്ടനെ കണ്ടിട്ടില്ല. റാൻഡി ഓർട്ടനെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറേ മാസമായ റാൻഡി ഓർട്ടൻ വന്നിട്ടെന്ന്. എന്തായാലും അങ്ങനെയൊന്നും ഇല്ല. റാൻഡി ഓർട്ടൻ ഇപ്പോൾ 1-2 അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം എന്തുകൊണ്ടാണ് വരാത്തതെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. എന്തായാലും അതിന് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നൊരു കാര്യം, ചെറുതായിട്ടൊരു നീക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഒത്തിരി നാൾ ലീവൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ വരും. അതായത് അടുത്ത ആഴ്ചയിലോ അതിൻ്റെ അടുത്ത ആഴ്ചയിലൊക്കെ വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജസ്റ്റ് അതിനൊരു റെസ്റ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ എന്തായാലും റാൻഡി ഓർട്ടൻ ഉടൻ തന്നെ റിട്ടേൺ ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇനി ആരുമായിട്ട് ഫ്യൂഡ് പോകും എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. റീമാച്ച് വരുമോ ഗന്ധർ റാൻഡി ഓർട്ടൻ, അത് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും ചിലത്തൊക്കെ പറയുന്നത് ഗന്ധർ റാൻഡി ഓർട്ടൻ റീമാച്ച് നമ്മുടെ ക്ലാഷ് അറ്റ് ദി കാസിലൊക്കെ വരാനുള്ള സാധ്യതകളുണ്ടെന്ന്. എന്തായാലും അത് നമുക്ക് കണ്ടു തന്നെ അറിയണം.
സോ ഈ ഒരു വീഡിയോ ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.